അതായത് ഞാൻ കുറേ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു. പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ്. ഇത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ, കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല. അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എന്നെ നേതാക്കൾക്ക് മനസ്സിലാവില്ല എന്നുള്ള എൻ്റെ കാര്യമല്ല. പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കൂടെ വരാം, ചേച്ചി ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട്. പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നപ്പോഴെന്നെ പാർട്ടി എന്നെ തോൽപ്പിച്ചു. പേരുകൾ ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. മുൻപൊരിക്കൽ ലീഡർ K കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് പത്മജ പറഞ്ഞത്, എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ്. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ലീഡർ ശ്രീ K കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ BJPയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ BJPയിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ AK ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഏതെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും BJPയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോകാതിരുന്നത്. ഇപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. BJPക്കെതിരെ ചാമ്പ്യനാകാനുള്ള പോരാട്ടത്തിനിടെ സാക്ഷാൽ ലീഡർ K കരുണാകരന്റെ മകൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ 2 കാലങ്ങളിലായി 2ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ അങ്ങനെ BJP പാളയത്തിലായി. പത്മജ വേണുഗോപാൽ പോകുന്നത് കോൺഗ്രസിന് ഒരു നഷ്ടവും ഉണ്ടാക്കില്ലെന്നും പോയി പണി നോക്കാനും വൈകാരികമായി പ്രതികരിക്കുന്ന നേതാക്കൾക്ക് പക്ഷേ അറിയാം ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം. ഇന്ന് കോൺഗ്രസ്, നാളെ BJP എന്ന് കേരളത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയ 1ാം തരം ആയുധം. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ നിൽക്കക്കള്ളിയില്ലാതെ നേതാക്കൾ ഒഴുകിയെത്തുന്നുവെന്ന രാജ്യമാകെയുള്ള BJP പ്രചാരണത്തിന് മൂർച്ച കൂട്ടുന്ന പത്മജ വേണുഗോപാലിന്റെ ചേരിമാറ്റം കോൺഗ്രസിനുണ്ടാക്കുന്ന ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയുമോ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. BJP നടപ്പാക്കിയ ഓപ്പറേഷൻ പത്മജയം.
പ്രൈം ഡിബേറ്റിൽ ഇന്ന് പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, BJP വക്താവ് ശ്രീമതി TP സിന്ധുമോൾ, CPM-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് A സമ്പത്ത്, മാധ്യമപ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ്. ആദ്യം ശ്രീ A സമ്പത്ത്, നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വകയാണോ അതോ ഈ ദേശീയ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ BJP-യിലേക്ക് പോകുന്നതിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? എൻ്റെ ഓഡിയോ ഒന്നും വരുന്നില്ല. എന്നെയാണ് വിളിച്ചത്, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാം. കേൾക്കുന്നില്ലല്ലേ? സമ്പത്ത്, കേൾക്കാമോ? സാങ്കേതികമായ ചില പ്രശ്നമുണ്ട്. ശ്രീമതി പത്മജ വേണുഗോപാൽ അല്പം മുമ്പാണ് BJP-യിൽ ചേർന്നത്. BJP ആസ്ഥാനത്ത് ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ ന്യൂസ് 18 കേരളമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പത്മജ വേണുഗോപാൽ BJP-യിൽ ചേരുവാനായിട്ട് നേതാക്കളുമായി ചർച്ച നടത്തുന്നു ഡൽഹിയിലെന്ന്. അത് ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായും സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പത്മജ വേണുഗോപാൽ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. താൻ കോൺഗ്രസ് പാളയം വിടുന്നു, ഇനി BJP-യിലേക്കാണെന്ന്. വൈകിട്ട് 6:30 ഡൽഹിയിലെ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ BJP-യുടെ അംഗത്വവും സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാന മുഖമായ ലീഡർ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ അനിൽ ആന്റണി BJP-യിൽ ചേർന്നത് വലിയ ആയുധമാക്കുവാൻ എതിർപക്ഷങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതിപ്പോൾ ലീഡറുടെ മകളും BJP-യിൽ എത്തിയതോടെ രണ്ടാമത്തെ ഒരായുധം കിട്ടിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിന്. ഇപ്പോൾ ശ്രീമതി TP സിന്ധുമോൾ BJP-യുടെ വക്താവ് ചേരുകയാണ്. ശ്രീമതി TP സിന്ധുമോൾ, ഇത് BJP-യുടെ ഒരു വിജയമായിട്ട് പറയാം. കാരണം ഒരു പ്രമുഖയായ ഒരു നേതാവാണ് പത്മജ വേണുഗോപാൽ. വലിയൊരു ക്രൗഡ് പുള്ളറല്ല, എങ്കിൽ പോലും ലീഡറുടെ മകൾ എന്ന ഒരു ലേബൽ ഉണ്ട് പത്മജ വേണുഗോപാലിന്. എത്രത്തോളം ഇത് BJP-ക്ക് ഗുണകരമായി മാറും എന്നാണ് കരുതുന്നത്? BJP-യെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. ലീഡറുടെ മകൾ, അങ്ങനെ തന്നെ പറയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ലീഡറുടെ മകൾ യാതൊരു ഉപാധികളുമില്ലാതെ അവർ ഇന്ന് BJP-യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ BJP പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഇതിപ്പോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, അതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു വസ്തുത, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നാകട്ടെ, ഇപ്പൊ ബിജു ജനതാദള് BJP-യിലേക്ക് വീണ്ടും ലയിക്കാൻ വരുന്നു. ഇതുപോലെ സകലമാന മേഖലകളിൽ നിന്നും BJP-യിലേക്ക് വളരെ പ്രഗത്ഭരായവരും സാധാരണക്കാരായ പ്രവർത്തകരും ഉൾപ്പെടെ ഒരു വലിയ ഒഴുക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ ക്യാപ്ഷൻ തന്നെ ഇപ്പോൾ മോദിയുടെ പരിവാർ എന്നുള്ള, മോദി കാ പരിവാർ, മോദിയുടെ കുടുംബം എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു കേരളത്തിനെ സംബന്ധിച്ച് മുഖമുള്ള ഒരു ബഹുമാനിക്കേണ്ട ഒരു വലിയ അംഗം തന്നെയാണ് ശ്രീമതി പത്മജ മേനോൻ. അവരെ വളരെ ഹാർദമായി തന്നെ ഞങ്ങൾ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് മഞ്ജുഷ്. ഇത് കേരളത്തിലെന്നല്ല, കോൺഗ്രസിന് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ്. കോൺഗ്രസ് ഇന്ന് അപജയത്തിന്റെ വക്കിലാണ്. കോൺഗ്രസ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് അതിന്റെ ഉൾപോരുകളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെ അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തെ അവർ ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷെ ശ്രീമതി TP സിന്ധുമോൾ, ഇവിടെ പത്മജ വേണുഗോപാൽ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ ഒരു നേതാവിന് ഒരു കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടതായിട്ടുണ്ട്. അത് വിശ്വസനീയമായിരിക്കുകയും ചെയ്യണം, അതാണല്ലോ പതിവ്. പക്ഷേ ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് തന്നെ കാലുവാരി തോൽപ്പിക്കാൻ 2021 ഒരു ശ്രമം നടന്നു, അങ്ങനെ താൻ തോറ്റു, അതിനെക്കുറിച്ച് പരാതി കൊടുത്തു, പക്ഷേ അത് നേതൃത്വം മുഖവിലേക്ക് എടുത്തില്ല, അതെടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. ഇതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ പത്മജ വേണുഗോപാലിന് 2004 മുതൽ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാനുള്ള അവസരം നൽകിയതാണ് പാർട്ടി. ഒരു തെരഞ്ഞെടുപ്പിലും പത്മജ വേണുഗോപാൽ ജയിക്കാതിരുന്നത് അത് പാർട്ടിയുടെ കുഴപ്പമല്ലല്ലോ. അങ്ങനെ ജയിക്കാതിരുന്ന എത്രയോ നേതാക്കൾ ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. MA ഷാനവാസ് ഒക്കെ എത്രയോ വട്ടം തോറ്റു, പക്ഷെ പിന്നീട് തിളക്കമാർന്ന വിജയം കൈവരിച്ചു. എന്ന് വെച്ച് അദ്ദേഹം ഉടൻ തന്നെ പോവുകയായിരുന്നില്ലല്ലോ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക്. ഇതിപ്പോൾ ഈ
തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ അല്ലെങ്കിൽ തന്നെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. പക്ഷേ അവഗണന നേരിട്ട ഒരു നേതാവല്ല ശ്രീമതി പത്മജ വേണുഗോപാൽ. അവർ പാർട്ടിയുടെ ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം മാത്രമേ അവർക്ക് കിട്ടാതെയുള്ളൂ എന്ന് പാർട്ടി നേതാക്കൾ അവരെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അല്ല, അവരുടെ മനോവേദന, അവരുടെ ധർമ്മസങ്കടം, അതാണ് അവർ തുറന്നു പറഞ്ഞത്. അതിനെ ഒട്ടും ചെറുതാക്കി കാണണ്ട മഞ്ജുഷ്. അവരനുഭവിച്ച ഇതിന്റെ ഉള്ളിൽ നിന്ന് അനുഭവിച്ച മാനസിക പീഡനം അതവരേറ്റവും എന്താണ് പൊതിഞ്ഞു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവര് ഇന്ന് അംഗത്വം സ്വീകരിച്ചതിന് ശേഷം പത്രക്കാർക്ക് മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൃത്യം പറയുന്നുണ്ട്. ആരാണ് എന്നെ തോൽപ്പിച്ചതെന്നുള്ള ആളുകളുടെ പേര് സഹിതം സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അവര് എന്താ പറയുക, വളരെ ധാർമ്മികമായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, ഒരു പ്രബുദ്ധ രാഷ്ട്രീയക്കാരി എന്ന് പറയാം. അല്ലാതെ എന്തും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയൊക്കെ എന്തും വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന ഒരു രീതിയൊന്നും കണ്ടില്ല. എത്ര പക്വമായിട്ടാണ് അവരുടെ സഹോദരൻ മുരളീധരൻ അവരെ അധിക്ഷേപിച്ചപ്പോൾ പോലും അതിന് തിരിച്ചു മറുപടി പോലും അവരെത്ര പക്വമായിട്ടാണ് പറയുന്നത്. അതാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അവര് ഈ കിട്ടിയ അവസരത്തിൽ കോൺഗ്രസിനെ ആഞ്ഞടിച്ച് നിലംപരിശാക്കാനോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ഇകഴ്ത്താനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മൂല്യമായിട്ട് കാണേണ്ടത്. ശരി ശ്രീമതി TP സിന്ധുമോൾ, ഇപ്പോൾ ശ്രീ A സമ്പത്ത് അദ്ദേഹവും ചേരുകയാണ്. ശ്രീ A സമ്പത്ത്, ആദ്യം താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ അത് കേട്ടില്ല, സാങ്കേതികമായ പ്രശ്നമാണ്, അത് പരിഹരിച്ചിട്ടുണ്ട്. ശ്രീ A സമ്പത്ത്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന ഒരു യാത്രയിലാണ് BJP പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും BJP നടത്തും. അതിന്റെ ഭാഗമായിട്ട് നേതാക്കളെ സ്വന്തം പാളയത്തിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തും. അത് ഉണ്ടാകുമെന്നുള്ള അറിവിൽ തന്നെ നിരാശരായ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട് BJPയിലേക്ക്. അതിപ്പോൾ പത്മജ വേണുഗോപാലിലൂടെ കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ചുരുക്കം ചില നേതാക്കൾ മാത്രമേ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കളൊന്നും പോയിട്ടുമില്ല. മുമ്പ് അൽഫോൺസ് കണ്ണന്താനം പോയി, ഈയിടയ്ക്ക് PC ജോർജ് പോയി. PC ജോർജ് കോൺഗ്രസിൽ നിന്നല്ല പോയത്, CPMൽ നിന്ന് അൽഫോൺസ് കണ്ണന്താനം പോയി. കോൺഗ്രസിൽ നിന്ന് അങ്ങനെ എടുത്തു പറയുന്ന മുഖങ്ങൾ അങ്ങനെ പോകാറില്ല. പക്ഷേ കേരളത്തിന് വെളിയിൽ മറ്റൊന്നാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ CPM ഇതിനെ രണ്ട് തരത്തിൽ ഇപ്പോഴും കാണുന്നുണ്ടോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ശരിയായ ഒരു സൂചനയല്ല നൽകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊപ്പമില്ല, ഈ BJPയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിലില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പത്മജ വേണുഗോപാൽ പോയത് അത് കോൺഗ്രസിന്റെ അപജയത്തിനുള്ള ഒന്നാന്തരം ഉദാഹരണമാണ്. ഇവിടെ കോൺഗ്രസും BJPയും ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് പരമാവധി മുതലാക്കുവാനാണോ കോൺഗ്രസിനെതിരെ കേരളത്തിൽ CPMഉം LDFും ശ്രമിക്കുന്നത്? മഞ്ജുഷേ, ഇന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയിൽ അംഗത്വം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ ഞങ്ങൾ വളരെ മുമ്പേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം, കോൺഗ്രസ് എന്നത് BJPയിലേക്കുള്ള ഒരു വഴിയായി കാണുന്നു എന്നത് അത് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തായിരുന്നാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ 33 ദേശീയ നേതാക്കളെന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചവരാണ് BJPയിലേക്ക് ചേർന്നത്. മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, മുൻ സംസ്ഥാന മന്ത്രിമാരുണ്ട്, മുൻ യൂണിയൻ മന്ത്രിമാരുണ്ട്, മുൻ യൂണിയൻ സഹമന്ത്രിമാരുണ്ട്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ കോൺഗ്രസ് തന്നെ അവരുടെ മുഖങ്ങളായി അത്തരത്തിൽ അവർ ഇങ്ങനെ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നവരും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ളവരും ഒക്കെ തന്നെയാണ് ആ വിധത്തിൽ പോയത്. കേരളത്തിലാണ് എങ്കിൽ ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ BJPയിലേക്ക് ഇങ്ങനെ കോൺഗ്രസ്സുകാർ പോകുന്നത് ഇന്ന് തുടങ്ങിയതല്ല, ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വളരെ മുമ്പേ തുടങ്ങിയതാണ്. ഈ ഒഴുക്ക് അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം, BJP പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ എല്ലാ അർത്ഥത്തിലും ഐദർ സ്വലോ ഓർ പോച്ച്, ഒന്നുകിൽ വിഴുങ്ങുക അല്ലെങ്കിൽ വേട്ടയാടുക, ഇതാണ് അവർ അനുവർത്തിക്കുന്നതായ തന്ത്രം. ഇപ്പോൾ അവർ ഇന്ത്യയിൽ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? CBIയെ, ഇൻ്റലിജൻസ് ബ്യൂറോയെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ, ഇൻ്റലിജൻസ് ബ്യൂറോയെ, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അല്ലെങ്കിൽ GST ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ, ഇനി ഏതെല്ലാം വിധത്തിലത് ഉപയോഗിക്കാമോ, അങ്ങനെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നിലവിലുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളുണ്ട്, അവിടെയാണെങ്കിൽ അത്തരത്തിൽ നമുക്കിപ്പോൾ കേരളത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. അത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതെല്ലാം. ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഇന്നലെ നിങ്ങൾ നോക്കൂ,
മുൻ മുഖ്യമന്ത്രി ഒപ്പമുള്ള കോൺഗ്രസിൻ്റെ MLA-മാർ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ താൻ മാത്രമാണുള്ളത്, തന്നോടൊപ്പം ആരുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യസഭയിലേക്ക് വോട്ടെടുപ്പ് അടക്കെ ഉണ്ടായി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി അവിടെ പറയുകയുണ്ടായി, എന്നോടൊപ്പം ഇന്നലെ അത്താഴം കഴിച്ച് പിരിഞ്ഞവരടക്കം ഈ വിധത്തിൽ പിന്നിൽ നിന്ന് കുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യൂട്യൂബ് ബ്രൂട്ടസ് എന്നതാണല്ലോ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഭരണമടക്കം ഉണ്ടായിരുന്ന ഹിമാചൽ പ്രദേശിൽ അവിടെ ഉറപ്പായും ജയിക്കേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ വക്താവ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്? ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ, ഞാൻ അധിക സമയം എടുക്കുകയല്ല, മറ്റ് ചങ്ങാതിമാർക്കും കൂടി ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, ഭൂരിപക്ഷമുള്ള ആ MLA-മാരുടെ ഇടയിൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഇൻവെർട്ടഡ് കോമയിൽ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ MLA-മാർ എവിടേക്കാണ് ചേക്കേറിയത്? ഒരു സംസ്ഥാനത്താണ് എങ്കിൽ 3 പേർ മുഖ്യമന്ത്രിമാരാകാനായി അത്തരത്തിൽ നടത്തിയ മത്സരത്തെ തുടർന്ന് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ അധികാരം അവരിൽ നിന്ന് തെറിച്ചു പോയത്. ഇങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് എന്തിൻ്റെ പ്രതീകമായി മാറുകയാണ്? ഇവിടെ BJP-ക്കെതിരായി അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുക്കാനായി കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ. മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാമെന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? ശരി, ദീപ്തി മേരി വർഗീസ്, ഇത് ഇപ്പോൾ ഒരു ക്രൗഡ് പുള്ളറൊന്നുമല്ല ശ്രീമതി പത്മജ വേണുഗോപാൽ. പക്ഷേ ശ്രീമതി ദീപ്തി മേരി വർഗീസ് വലിയ ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയ ഒരു നേതാവൊന്നുമല്ല. പക്ഷെ ഒരു മുഖം എന്ന് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. വർഷങ്ങളോളം അവർ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ലീഡറുടെ മകൾ എന്നുള്ള ഒരു വലിയ ഇമേജും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ ഇല്ല എന്നാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോൺഗ്രസിന് സമ്പത്ത് പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയമാണല്ലോ. ആ രീതിയിൽ എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? BJP-ക്കെതിരെ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വിട്ടുപോകുന്നത്. കേരളത്തിൽ അങ്ങനെ പതിവില്ല ഈ രീതിയിൽ പ്രധാന മുഖങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും ആവർത്തിക്കുന്നു എന്ന് ഇവിടെ രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയും. ആർക്ക് കഴിയും? ഇടതുപക്ഷത്തിന് കഴിയും. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് മഞ്ജുഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു പ്രതിനിധി മാത്രമേ പങ്കെടുക്കാൻ നമ്മുടെ ഒരു ചർച്ചാ നിയമം അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, ഈ രാജ്യത്ത് ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും പോകാനുള്ള അവകാശമുണ്ട്. അത്തരത്തിലുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതി, അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സംസ്കാരം ആയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് അനുവർത്തിച്ചിരുന്നത്. അല്ലാതെ ഇന്ന് BJP കാണിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമായിരുന്നില്ല നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? പത്മജിയിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് 2 രീതികളാണ്. ഒന്ന്, പ്രലോഭനങ്ങളിലൂടെ അധികാരം തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് രീതികളിലൂടെ പണമോ അധികാരമോ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ താമര നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അത്തരത്തിൽ ആളുകളെ പ്രലോഭിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അവരെ കേസുകളിൽ കൊടുക്കുക. ഇവിടെ ശ്രീ സമ്പത്ത് മുൻ MP ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ അവരെ പല കേസുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ നിരവധി നേതാക്കളെ അത്തരത്തിൽ കേസിൽ പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ട് BJP പല നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, വളരെ വ്യക്തമായി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും അധികം പോയിട്ടുള്ളത്, ഏറ്റവും അധികം ചോർച്ചയുണ്ടായിട്ടുള്ളത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവരുടെ വോട്ട് ഷെയർ എന്ന 0.3% വന്ന് നിൽക്കുന്നത് എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോകുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരെ വ്യക്തിപരമായി ഞാൻ അതിൻ്റെ അകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനവർ പറഞ്ഞ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ആർക്കും കൺവിൻസിങ് അല്ല. ഇവിടെ സിന്ധുമോൾ വളരെ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി കൊണ്ട് തുടക്കത്തിൽ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. എന്താണ് പത്മജ വേണുഗോപാലിൻ്റെ
രാഷ്ട്രീയ അഡ്രസ് എന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരന്റെ മകളാണ് എന്നുള്ളത് മാത്രമാണ്. ശ്രീ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും വന്ന നാൾ മുതൽ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ തരത്തിലും സംഘടനാ തലത്തിലും അതുപോലെ പാർലമെന്ററി തലത്തിലുമൊക്കെ മത്സരിക്കാൻ ഏറ്റവും മികച്ച സീറ്റുകൾ ഇവിടെ അത്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകൾ ഉള്ളപ്പോഴും പുരുഷന്മാരുള്ളപ്പോഴും അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അവർക്കൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ചോദിച്ച സീറ്റുകൾ തന്നെ കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ഒരു പുനഃസംഘടനയായിരുന്നു രാഷ്ട്രീയ കാര്യസമിതിയിലേക്ക്. ആ പുനഃസംഘടനയിൽ പോലും ശ്രീമതി പത്മജ വേണുഗോപാലുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഗൗനിച്ചില്ലെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പത്മജയെ മാറ്റി നിർത്തിയെന്നോ എന്ന് പറയുന്നത് ഇവിടെ ഒരാളും വിശ്വസിക്കില്ല. BJP പോലും വിശ്വസിക്കത്തില്ല. ഇവിടെ പത്മജയോടൊപ്പം നിന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ളവരോ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളോ ഒരാൾക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയല്ല പത്മജ പറഞ്ഞിരിക്കുന്നത്. പത്മജയെ സംബന്ധിച്ച മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ച് അധികാര രാഷ്ട്രീയം ഇന്ന് ശ്രീ കെ മുരളീധരൻ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. കിട്ടിയതൊന്നും പോരാ, എന്തൊക്കെയോ അധികമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ സമീപനമാണ് പത്മജ അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ അതിന് എവിഡൻസോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടോ അത് പറയാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശ്രീമതി പത്മജ വേണുഗോപാൽ പലപ്പോഴും ഞങ്ങളോടൊപ്പം വേദിയൊക്കെ പങ്കിട്ടിട്ടുണ്ട്, ഒരുമിച്ച് പല പരിപാടികൾക്കും ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ഷെയർ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതുണ്ട്, ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് BJPയിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡ്, ഇൻകം ടാക്സുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നു, ED വീട്ടിൽ കയറി ഇറങ്ങുന്നു. ഇത്തരത്തിലുള്ള പരാതികളൊക്കെ കഴിഞ്ഞ ചില മാസങ്ങളായി, കഴിഞ്ഞ 5-6 മാസമായി അവർ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ വേണുഗോപാൽ ഇന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ED റെയ്ഡ് ഇല്ല, അത് വെറുതെയാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണോ ശ്രീമതി ദീപ്തി മേരി വർഗീസ് താങ്കൾ പറയുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആ സമയത്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലൊരു ചതി അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി വിട്ട് ഇവർ പോകുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നവർ പറയട്ടെ. അതറിയാവുന്ന ചില ആളുകൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില വനിതാ നേതാക്കന്മാരുൾപ്പെടെ ഉണ്ട്. ശരി, നാളെ എന്തായാലും ശ്രീമതി പത്മജ വേണുഗോപാൽ തിരികെ കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ ശ്രീമതി പത്മജ വേണുഗോപാലിന് നേരിടേണ്ടി വരും. ഇന്നത്തെ ഞാൻ ഒന്ന് ഇടപെട്ട് പറയട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, താങ്കൾ നേരത്തെ പറഞ്ഞത്, അത് എന്നോട് ക്ഷമിക്കുക, ഈ 2 പേർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്നു എന്ന്. ശരിയാണ്, കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടാകാറില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നത് താങ്കൾ ഈ ചർച്ചയിലേക്ക് വരുന്നത് കൊണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല താങ്കളെ വിളിച്ചിക്കാര്യം പറയുന്നതിന് വേണ്ടി. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അത് BJP അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രസ്താവനകളും വരുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഈ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. ചുരുക്കം ചില വാക്കുകൾ മാത്രമാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പക്ഷേ ചോദ്യങ്ങളും കൂടുതലായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് സ്വീകരിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചതായിരുന്നു. രാഹുൽ ഇന്ന് പത്മജ വേണുഗോപാലിനെ കുറിച്ച് നടത്തിയ പരാമർശം, അത് പത്മജ അതിന് മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മുഴുവൻ സമയം ഉണ്ടാകില്ല, അദ്ദേഹം ക്ഷീണിതനാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം 4ാം ദിവസമാണിന്ന്, നിരാഹാര സമരം. അതിനിടെയാണ് രാഹുൽ വന്നിരിക്കുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ ഇന്ന് പറഞ്ഞത് രാഹുൽ അല്ലേ അക്കാര്യം പറഞ്ഞത് എന്നെക്കുറിച്ച്, കെ കരുണാകരനുമായി ബന്ധപ്പെടുത്തിയുള്ള ആ പരാമർശം, TV ചാനലുകളിലൂടെ ആളായതാണ് രാഹുൽ, അതല്ലാതെ എന്താണുള്ളത് എന്നുള്ള മറുചോദ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കളുടെ മറുപടി? BJP വക്താവ് കൂടിയായ ശ്രീ ഗോപാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. രാഹുൽ പറഞ്ഞല്ലോ, പത്മജ വേണുഗോപാലിനെ റോഡിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല കെ കരുണാകരന്റെ പേര് പറഞ്ഞാൽ, വേണമെങ്കിൽ രാഹുലിന്റെ വീട്ടിൽ കയറാനും BJPക്കാർ മടിക്കില്ല എന്ന്. ശ്രീ രാഹുൽ. ശരി, റേഞ്ചിൽ ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ ഇപ്പോൾ സിന്ധുമോൾ പറഞ്ഞു വലിയ ആഹ്ലാദത്തിലാണ് BJP ക്യാമ്പെന്ന്. സമ്പത്ത് പറയുന്നു കോൺഗ്രസിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്? അതായത് ഇന്ന് കോൺഗ്രസ്, നാളെ BJP, അത് ഇടതുപക്ഷം ആവർത്തിക്കുകയാണ്.
ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറയുന്നു, ഒരു കുഴപ്പവുമില്ല, കോൺഗ്രസിന് ഒന്നും സംഭവിക്കുകയില്ല, പത്മജയ്ക്ക് കിട്ടാവുന്ന എല്ലാ സ്ഥാനങ്ങളും കിട്ടിയിരുന്നു, എന്നിട്ടും അവർ ഇപ്പോൾ പോകുന്നതിന് വേണ്ടി പറയുന്ന കാര്യം കൺവിൻസിങ് അല്ല എന്ന്. അത് ശരിയുമാണല്ലോ. ഇപ്പോൾ എന്ത് കാരണത്താൽ പോകുന്നുവെന്ന് കൃത്യമായിട്ട് പറയുവാൻ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകുടി? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അവർ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നത് എന്ന് ആർക്കും അറിയില്ല. ഒരു 4 ദിവസം മുൻപാണ്, ഞായറാഴ്ച, തൃശ്ശൂര് TN പ്രതാപന്റെ സ്നേഹയാത്രയിൽ അയ്യന്തോളിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ഞാൻ തന്നെ അവരെ കണ്ടതാണ്. അവര് അവിടെ പ്രസംഗിക്കുന്നതും അവര് സാധാരണ നടത്തുന്നത് പോലെയുള്ള ഒരു പ്രസംഗമൊക്കെ നടത്തുന്നതും. അപ്പോൾ പെട്ടെന്ന് എന്താണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്? നരേന്ദ്രമോദിയെ പെട്ടെന്ന് അവർക്ക് നേതാവായി അംഗീകരിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവിടെ ശ്രീമതി ദീപ്തി പറഞ്ഞത് ED അന്വേഷണത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണെങ്കിൽ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുക. എന്തായാലും അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വലിയ വീടും, ഇവിടെ എറണാകുളം ഇൻകം ടാക്സ്, അതെ, അപ്പോൾ ഇവിടെ എറണാകുളത്ത് വലിയ ഒരു പാടത്തിന്റെ നടുക്ക് വലിയൊരു വീടും ഒക്കെ വലിയ സ്വത്തുക്കളും ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് ന്യായമായിട്ടും കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള അവർക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച്, ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ്, ED ആണെങ്കിൽ ED, അല്ലെങ്കിൽ ഇപ്പോൾ CBI ആണെങ്കിൽ CBI, അതൊക്കെ ഉപയോഗിച്ചാണല്ലോ ഈ ഉത്തരേന്ത്യയിലൊക്കെ നേതാക്കളെ പൂട്ടുന്നത്. അതുപോലെ എന്തെങ്കിലും ആണോ? അത് ഉറപ്പില്ല. അങ്ങനെ ആകാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ BJP-യുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു വശത്ത് AK ആന്റണിയുടെ മകൻ BJP-യിൽ എന്ന് പറയുമ്പോൾ, മറുവശത്ത് K കരുണാകരന്റെ മകൾ കൂടി BJP-യിൽ വരുന്നു എന്നുള്ള ആ ഒരു ദേശീയ തലത്തിലും കേരളത്തിലും ഉയർത്തി കാണിക്കാൻ പറ്റുന്ന 2 പേരുകൾ. അത് ഈ നേതാക്കളുടെ ഒരു സ്റ്റാച്ചർ, അല്ലെങ്കിൽ ഈ നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു കഴിവോ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യമോ അല്ല BJP നോക്കുന്നത്. അവരുടെ അച്ഛന്മാർ, മുൻ മുഖ്യമന്ത്രിമാരും മഹാമേരിക്കളുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ഇപ്പോൾ BJP-യിൽ വരിക എന്നുള്ള അതിന്റെ ഓപ്റ്റിക്സ് ഉണ്ട്. ആ ഒരു സിംബോളിക് ആയിട്ടുള്ള അതിന്റെ ഒരു വാല്യൂ, അതാണ് BJP നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ദീപ്തി മേരി വർഗീസ് പറഞ്ഞ കാര്യവും കൺവിൻസിംഗ് ആണോ? ഈ രീതിയിൽ വിശദീകരിച്ചാൽ മതിയോ കോൺഗ്രസിന് പത്മജ പോയതിനെ കുറിച്ച്? അല്ല, കോൺഗ്രസ് വിശദീകരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഓരോ നേതാക്കളും ഓരോ തരത്തിലാണ് പ്രതികരിക്കുന്നത്. മുരളീധരന്റെ പ്രതികരണം വളരെ നല്ലൊരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നി. മറ്റ് നേതാക്കൾ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇതുപോലെ പ്രതികരിക്കണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്കറിയാം. അവരൊക്കെ ഇതുപോലെ അവരുടെ എന്താണ് ഈ സംസാരം അല്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ചാണ് ഇത്രയും ഈ പദവികളിലൊക്കെ എത്തിയത്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവർക്ക് കൊടുക്കേണ്ട പദവികളെല്ലാം കോൺഗ്രസ് കൊടുത്തു. 2004 മുകുന്ദപുരം സീറ്റ് അവർക്ക് കൊടുത്തത് അന്നത്തെ കാലത്ത് അത് വലിയൊരു അത്ഭുതമാണ് പലർക്കും ഉണ്ടാക്കിയത്. ഒരേ സമയം കൊടുവള്ളിയിൽ മുരളീധരൻ മത്സരിക്കുന്നു, കരുണാകരന് രാജ്യസഭാ സീറ്റ്, പത്മജയ്ക്ക് കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള. അതുവരെ എനിക്ക് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മുകുന്ദപുരത്ത് കോൺഗ്രസ് തോറ്റിരുന്നത്. അതിനുശേഷം പിന്നീട് PC ചാക്കോ തോറ്റിട്ടുണ്ട്. പക്ഷെ അതുപോലെ കുത്തക സീറ്റ് അന്ന് കൊടുത്തിട്ട് ലോനപ്പൻ നമ്പാടൻ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോൾ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ട് അന്ന് പത്രക്കാരോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ ഞെട്ടലുണ്ടായത് ഇതിന്റെ ഈ മാർജിൻ കേട്ടപ്പോഴാണെന്ന്. പിന്നെ 2016 തേറമ്പിൽ രാമകൃഷ്ണൻ 25 വർഷം തുടർച്ചയായിട്ട് ജയിച്ച തൃശൂർ സീറ്റാണ് പത്മജ വേണുഗോപാലിന് അന്ന് കൊടുത്തത്. അവർക്കത് ജയിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ വീണ്ടും അവർക്ക് ആ സീറ്റ് കൊടുത്തു. അവർ ഇപ്പോൾ മുരളീധരൻ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരും മുരളി മന്ദിരവും ഒക്കെ ഉണ്ടായിട്ടും ഇവർ എറണാകുളത്ത് തന്നെ താമസിച്ച് എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് തൃശ്ശൂര് സ്ഥാനാർത്ഥിയാകാൻ നോക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ ജയിക്കാൻ നോക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. കഴിഞ്ഞ തവണ അവർ മത്സരിച്ച സമയത്ത് കുറച്ച് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു തൃശ്ശൂർ മുരളി മന്ദിരത്തിൽ. അല്ലാത്ത സമയത്തെല്ലാം അവർ എറണാകുളത്താണ്. അപ്പോൾ അവർക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്ത ഒരു നേതാവിന് എത്രമാത്രം ജയിക്കാൻ കഴിയും എന്നുള്ള പ്രശ്നമുണ്ട് അവർക്ക്. ഞാനൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ക്ഷമിക്കണം, ഇത്രയും സമയം താങ്കൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് ഈ കണക്ഷനിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ്. ഞാൻ തുടക്കത്തിൽ അത് താങ്കളോട് ചോദിച്ചിരുന്നു, താങ്കൾ കേട്ടില്ല. താങ്കൾ ഇന്ന് പത്മജ വേണുഗോപാലിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന, കരുണാകരനുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവനയുണ്ടല്ലോ, അതിപ്പോൾ BJP വലിയ വിഷയമാക്കി എടുത്തിട്ടുണ്ട്. BJP ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ
യൂത്ത് കോൺഗ്രസ്സുകാർ പത്മജ വേണുഗോപാലിനെ തടയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ലീഡറുടെ പേരുപയോഗിച്ചാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാഹുലിന്റെ വീട്ടിൽ കയറാൻ ഞങ്ങളും മടിക്കില്ല എന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു, ഒരു പ്രസ്താവനയിൽ തന്നെ പറയുന്നു. ഇന്ന് ഡൽഹിയിൽ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ചുരുക്കം വാക്കുകൾ പറഞ്ഞപ്പോൾ, ചുരുക്കം ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞപ്പോൾ താങ്കളുടെ പേര് കൂടി പരാമർശിക്കുകയുണ്ടായി പത്മജ വേണുഗോപാൽ. രാഹുലല്ലേ ഇക്കാര്യം പറഞ്ഞത്? ഈ ചാനൽ ചർച്ചകളിൽ ആളായതല്ലേ ഈ രാഹുൽ എന്നുള്ള മറുചോദ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കളുടെ മറുപടി രാഹുൽ. ശ്രീ മഞ്ജുഷേ, ഞാൻ ചാനൽ ചർച്ചയിലൂടെ വന്ന ആളായാലും, ഞാൻ KSUയിലൂടെ വന്ന ആളായാലും, ഞാൻ എങ്ങനെയൊക്കെ വന്ന ആളായാലും, ഞാൻ ഇന്നലെ എവിടെയായിരുന്നു ഇന്നും അവിടെ തന്നെയാണ്, നാളെയും അവിടെ തന്നെയാണ്. ഞാൻ ഈ ഒരു നേതാവാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ എല്ലാ കാലത്തും ലീഡറുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെയായിരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അടിക്കടി മാറുന്ന, ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ഒരു രാത്രി കൊണ്ടൊക്കെ പാർട്ടി മാറുന്ന പത്മജ വേണുഗോപാൽ ഞാനെന്ന കോൺഗ്രസ് പ്രവർത്തകനെ അളക്കാൻ ഒരു തരത്തിലും യോഗ്യമല്ല എന്ന് മാത്രമേ ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ള പറഞ്ഞ ആളുകളുടെ BJP നേതാക്കന്മാരുടെ വിമർശനത്തിനൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേരുന്നു എന്ന വിവരം ഈ സാധു മനുഷ്യൻ അറിഞ്ഞത് തന്നെ ഫ്ലാഷ് ന്യൂസ് വരുമ്പോഴാണ്. ഇന്നലെ എനിക്ക് അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകൻ, സുരേന്ദ്രനുമായി നല്ല അടുപ്പമുള്ള ഒരാൾ, അയാൾ ഈ സുരേന്ദ്രനെ വൈകുന്നേരം വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഫേക്ക് ന്യൂസാണ്, അങ്ങനത്തെ സംഭവത്തെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ല എന്ന്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കേരളത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരാരും അറിഞ്ഞിട്ട് പോലും ഈ പത്മജ വേണുഗോപാൽ പാർട്ടി മാറി അവരുടെ പാർട്ടിയിൽ ചേർന്നു. അപ്പോൾ അവരുടെ പാർട്ടി പോലും ഒരു വില കൊടുക്കാത്ത ആളുകൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ട് ആളാക്കാനൊന്നുമില്ല. അവർ അങ്ങനെ മറുപടി പറഞ്ഞാൽ, ഇപ്പോൾ താങ്കളുടെ ഒരു ചോദ്യമായിട്ട് ചില BJP നേതാക്കന്മാരുടെ പേരൊക്കെ വന്നല്ലോ, അങ്ങനെ അവർ പ്രസക്തി ഉണ്ടാക്കുന്നുണ്ടാക്കി നമുക്ക് വരാതില്ല. പക്ഷേ ഞാനതിനൊന്നും മറുപടി പറയാനായിട്ടില്ല. എന്തായാലും ലീഡറുടെ പാരമ്പര്യം, അതിനകത്ത് ഉറച്ചു ലീഡറുടെ പാരമ്പര്യം ഇത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇന്ന് ശ്രീ K. മുരളീധരൻ പറഞ്ഞൊരു വാചകം, ഒരു വോട്ടിൻ്റെ പോലും പ്രയോജനം പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നതിലൂടെ BJPക്കായി. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നതിലൂടെ BJPക്ക് ആകെയുള്ള പ്രയോജനം ഒരു വോട്ടിൻ്റേതാണ്, അത് പത്മജയുടേതാണ്. സ്വന്തം അഡ്മിന് പോലും അവരുടെ കൂടെ പോയിട്ടില്ല എന്ന് കുറച്ച് മുൻപ് കിട്ടൊരു പോസ്റ്റിലൂടെ അഡ്മിൻ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾ നമുക്കൊക്കെ ഇതിനായിട്ട് വിമർശനം പറയുന്നതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. അങ്ങനെ ഞാനതൊരു തമാശയായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഈ പത്മജ വേണുഗോപാൽ ഇന്നെതിരെ വിമർശനം നടത്തുമ്പോൾ പോലും തെരുവിൽ ഒരു നിരാഹാര സമരത്തിൻ്റെ 4ാം ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നീതിയുടെ വീട്ടിലൊരു നിരാഹാര സമരത്തിലാണ്. അതൊന്നും പത്മജയ്ക്ക് നിരാഹാരം എന്താണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് സമരം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ ഇന്നലെ വരെ ഈ പാർട്ടിയോടൊപ്പം നിന്നൊരാളെ ആ തരത്തിൽ അധിക്ഷേപിക്കുന്നതിനകത്ത് കാര്യമില്ല, ഞാനതൊന്നും പറയുന്നില്ല. എന്തായാലും കേരളത്തിലെ ലീഡർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള, ലീഡർക്ക് വേണ്ടി ചേർന്നിട്ടുള്ള, ലീഡറുകളൊക്കെ സമരം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർ പത്മജയോട് ഉറക്കില്ല. വടകരയിൽ വലിയ വോട്ടിൻ്റെ വിജയത്തിലൂടെ K. കരുണാകരൻ്റെ പ്രതികാരം, പത്മജയോടുള്ള പ്രതികാരം അത് ഉണ്ടാകും. വടകരയിലെ വലിയ ഭൂരിപക്ഷം അത് തെളിയിക്കും. നമുക്ക് ആ ദിവസത്തിനായി കാത്തിരിക്കും. ശരി, നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. താങ്കൾ നല്ല ക്ഷീണിതനാണ്. ഇപ്പോൾ 4ാം ദിവസമാണല്ലോ നിരാഹാര സത്യാഗ്രഹം തുടരുന്നത്. നന്ദി ഇത്രയും സമയം സംസാരിച്ചതിന്. താങ്കൾക്കെതിരെ BJP ശക്തമായൊരു പ്രചാരണം നടത്തുകയും പത്മജ വേണുഗോപാൽ ഇങ്ങനെ ചില പരാമർശം നടത്തുകയും താങ്കൾക്ക് മറുപടി നൽകുകയും ചെയ്തതിനാണ് താങ്കളുടെ അഭിപ്രായം പ്രൈം ഡിബേറ്റ് തേടിയത്. ശ്രീമതി TP സിന്ധുമോൾ, വലിയ ആഹ്ലാദം എന്തിന് BJP ക്യാമ്പിലെന്നാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്നത്. അതിന് കാരണവും അവർ പറയുന്നുണ്ട്. പത്മജ വേണുഗോപാലിനെ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ രക്തചുരുക്കം. മഞ്ജുഷ, കോൺഗ്രസിന്റെ ക്യാമ്പ് ആകെ ഇപ്പൊ ആശങ്കയിലാണ്. ദീപ്തി പറയുന്ന പോലെയൊന്നും അല്ല. എന്തിനാണ് ഈ കോൺഗ്രസിന്റെ ഇതുപോലെയുള്ള നേതാക്കന്മാര് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ വന്നെന്ന പത്മജ ഒന്നുമല്ല, ശരി, ക്രൗഡ് പുള്ളർ അല്ല, അവര് പോയാൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ഇവര് ഇത്രയും ഇമോഷണൽ ആയിട്ടും അല്ലാതെയും ഒക്കെ വന്ന് പ്രതികരിക്കുന്ന എന്തിനാണ്? അതിൽ നിന്ന് തന്നെ അതിന്റെ സ്വഭാവം വ്യക്തമല്ലേ? ഇവിടെ ദീപ്തി പറഞ്ഞാൽ നിൽക്കട്ടെ, രാഹുൽ പറഞ്ഞതിന് തുടങ്ങാം. രാഹുല് എപ്പോഴും ആളുകളെ അധിക്ഷേപിക്കുന്നതിൽ വളരെ വിരുദ്ധനാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പോകാം. മാതൃഭൂമിയുടെ ആണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ
അദ്ദേഹം മോദി ഇങ്ങനെയാണ് ആളെ കൊല്ലാൻ മോദി വിടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുള്ള വിദ്വാൻ കൂടിയാണ്. ഇപ്പൊ എവിടെ എന്ത് പറയണം എന്നൊന്നും അദ്ദേഹത്തിന് വലിയ തിട്ടമൊന്നുമില്ല. അദ്ദേഹം വലിയ നേതാവൊക്കെ ആയിരിക്കാം. പക്ഷേ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് നേതാവാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് രാഹുൽ. രാഹുലിന്റെ വീട്ടിലേക്ക് ആളെത്തും എന്ന് ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കാര്യമുണ്ട്. കാരണം പത്മജ ഇന്ന് BJP-യിൽ വന്നിരിക്കുകയാണ്. പത്മജ BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞ് പത്മജയെ വഴിയിൽ തടയാനും പത്മജ വേണുഗോപാലിനെ ഇല്ലാതാക്കാനും അല്ലെ പത്മജയെ നിശബ്ദയാക്കാനും ഒക്കെ ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നുവെങ്കിൽ അതെങ്ങനെയുണ്ട് എന്ന് കണ്ടറിയാൻ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഇവിടെ ശ്രീ സമ്പത്തുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രീ EMS സമ്പത്തിന്റെ നേതാവാണ്. അപ്പൊ അങ്ങനെ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തില് ഒരു സ്ത്രീ അവരെന്തുമായിക്കോട്ടെ, ഇവര് കോൺഗ്രസ് പറയുന്ന പോലെ ഒരു ഓട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 2 ഓട്ടായിരിക്കും, ചിലപ്പം ശരി ഒരു ഓട്ടമല്ല, ചിലപ്പോൾ വേണുഗോപാൽ അവരുടെ ഭർത്താവിന്റെ വോട്ടും മക്കളുടെ വോട്ടും കിട്ടിയേക്കാം. ഒരു വോട്ടെന്ന് പറഞ്ഞ് നിർത്തരുതേ, അത് നാണക്കേടാണ്. കാരണം ആ കുടുംബം ഒന്നടങ്കം പത്മജയെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെ വീട്ടിൽ പറഞ്ഞ പോലെ ED എത്തി, ഇൻകം ടാക്സ് എത്തി, റെയ്ഡ് വന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവരുടെ ഭർത്താവിനെ ഇങ്ങനെ വിഷ്വൽ മീഡിയയിൽ കൂടി ഒന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വന്ന് പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് വന്നിട്ട് പറയുന്നു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന വനിതാ നേതാവ് ED വന്നത് കൊണ്ടാവും എന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെ അദ്ദേഹം കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ കോൺഗ്രസുകാർക്ക് എന്താ സംഭവിച്ചത്? ഇവർ നിരന്തരം പരാതികൾ, ഇവരുടെ പരാജയ കാരണത്തിന് നിരന്തരം പരാതികൾ കൊടുത്തു. അവർ തന്നെ പത്മജ തന്നെ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധിക്കണം, കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വമില്ല, ഇതൊന്നും പരിഹരിക്കുന്നതിനും ഒന്നും ഒരു നേതൃത്വമില്ല. നമ്മൾ കേരളത്തിൽ അത് പലവട്ടം കണ്ടു. VD സതീശനും ശ്രീ സുധാകരനും ഒന്നിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി ഞാൻ നടത്താം നീ നടത്തണ്ട എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുന്നിൽ അപഹാസ്യരാകുന്നത് നമ്മൾ കണ്ടു. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതല്ലേ? ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതല്ലേ? BJP-യിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. സംസ്ഥാനത്ത് ശോഭാ സുരേന്ദ്രന് പരസ്യമായിട്ട് പ്രതികരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായിട്ട് പ്രസ്താവന ശോഭാ സുരേന്ദ്രൻ നടത്തിയതാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അവർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തതാണ്. പക്ഷെ അതൊന്നും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള റീസൺ ആയിട്ട് പത്മജ വേണുഗോപാലിന് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പരാതി കൊടുത്തു, അത് പരിഗണിക്കാത്തത് കൊണ്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു, ഞാൻ പോകുന്നു കോൺഗ്രസ് വിട്ട് BJP-യിലേക്കെന്ന് അവർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞ് സ്ഥാപിച്ചത് എന്താണ്? ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിലും ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വനിത വർക്ക് അറ്റ് ഹോം ആയിരുന്നു, ഇത്രയും കാലം വീട്ടിലിരുന്ന് പണിയെടുക്കുകയായിരുന്നു പറഞ്ഞ് അപഹസിക്കുന്ന ഒരു സഹോദരനെ, ആ സഹോദരന് വടകരയിൽ കിട്ടാൻ പോകുന്ന കൂലി എന്താണെന്ന് നമ്മൾക്ക് നോക്കിയിരുന്ന് കാണാം. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നാണ്, രാഷ്ട്രീയം മാറ്റിവെക്കട്ടെ, അവിടെ രക്തബന്ധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ മുരളീധരൻ എന്ത് പറഞ്ഞാലും അവിടെ രക്തബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള രക്തബന്ധത്തെ മാറ്റി നിർത്തി അപഹസിക്കുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മാത്രമേ പറ്റൂ. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുടുംബത്തെ ഒന്നടങ്കം ചേർത്ത് പിടിച്ച് ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരം, അത് കോൺഗ്രസ് സംസ്കാര. അതുകൊണ്ടാണ് പലരും കോൺഗ്രസ് വിട്ടു പോരുന്നത് നിൽക്കാൻ പറ്റാതെ, അല്ലാതെ ED-യെ ഭയപ്പെട്ടിട്ടൊന്നുമല്ല. മടിയിൽ കനമുള്ളവർ ഭയക്കണം, അല്ലാത്തവർ എന്തിനാ ഭയക്കുന്നത്? ശരി, അതിന് പെട്ടെന്നുള്ളൊരു മറുപടി ദീപ്തി മേരി വർഗീസിൽ നിന്ന് തേടുകയാണ്. അതിനുശേഷം സമ്പത്തിലേക്ക് പോകും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിനെതിരെ സിന്ധുമോൾ പറഞ്ഞതുകൊണ്ടാണ് അതിന് പെട്ടെന്നുള്ള മറുപടി. അതെ സിന്ധുമോൾ വളരെ വീറോടെ വാദിക്കുകയാണ്. നല്ല കാര്യമാണ്. സിന്ധുമോളുടെ ഈ ഒരു എനർജി ആ ശോഭാ സുരേന്ദ്രന് വേണ്ടി കൂടി ഒന്ന് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പാവം വളരെയധികം ബുദ്ധിമുട്ടുകയാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പീഡനം കൊണ്ട്. അപ്പൊ ഇതിനകത്ത് അല്ല ശോഭ, അതെ ഞങ്ങള് കേരള സമൂഹമൊക്കെ കണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന്. ഞങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളാണ് സിന്ധുമോളെ. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഞാൻ മറുപടി പറയട്ടെ. ഇവിടെ പത്മജ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് സൂം ചെയ്യാമെങ്കിൽ നിങ്ങൾ സൂം ചെയ്യണം. അവരോട് സംസാരിക്കാതിരിക്കാൻ പറയൂ. ദീപ്തി പറയട്ടെ. ദീപ്തി ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ്? ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്? ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ദീപ്തി? അപ്പോ പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്
പത്മജ വേണുഗോപാല് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ പോലും ഗുരുവായൂരപ്പനെ കൊണ്ടുപോലും രക്ഷിക്കാൻ കഴിയില്ല. BJPയിൽ ചേരുകയെ നിവർത്തിയുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ. ഇത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവരിത് FBയിൽ ഇട്ട് അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്വാൻമാരെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു. അതുകൊണ്ട് ഇതിപ്പോ ഉണ്ട്. ഇപ്പൊ അല്പം മുമ്പ് അത് മുക്കിയിരിക്കുക പോസ്റ്റ്. ഇത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മഞ്ജുഷിനും അത് കാണാവും, സൂം ചെയ്യാമെങ്കിൽ ഇത് കാണാവുന്നതാണ്. അതെ അതെ അതെ, ഇത് അത് ആ സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിനുള്ള കമൻസും താഴെയുണ്ട്. ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പിന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. മറ്റു ചില ആളുകൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫേസ്ബുക്കിലുള്ളതാണ്. എപ്പോഴാണ് ദീപ്തി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്? ഇപ്പോൾ ഇന്നലെ രാത്രി അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. അത് ന്യൂസ് 18 കേരളം വാർത്ത കൊടുത്തതിന് പിന്നാലെയായിരുന്നു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തിരുന്നു. സാധാരണ മാധ്യമ പ്രവർത്തകർ ആദ്യം തോണ്ടിയെടുക്കേണ്ടത് അതാണല്ലോ. നിങ്ങൾ അതൊന്നും ശ്രദ്ധപ്പെട്ടില്ലേ മഞ്ജുഷ്? അല്ല, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ദീപ്തി ഇപ്പോൾ ഇത് സൂം ചെയ്യൂ. ഇത് 1 മിനിറ്റ്. ED വന്നാൽ പിന്നെ എന്ത് ചെയ്യാം, രക്ഷിക്കാൻ. ഓക്കെ ഓക്കെ, ഇതെല്ലാം എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്, പത്മജയുടെയാണ്. അപ്പം ഞാൻ മറ്റു മറുപടി എന്ന് പറഞ്ഞോട്ടെ. അല്പസമയം ഞാൻ ശ്രീ സമ്പത്തിനോട് ഒന്ന് ചോദിക്കുകയാണ്. ഈ പത്മജയെ വഴിയിൽ തടയും എന്നൊക്കെ സിന്ധുമോള് പറയാൻ ഞങ്ങൾ ആ പണിക്കൊന്നും നിൽക്കണില്ല. എന്തിനാ ഞങ്ങൾ പത്മജയെ വഴിയിൽ തടയുന്നത്? ഈ എത്രയോ ആളുകൾ രാഹുൽ പറഞ്ഞൊരു കമന്റാണ്. രാഹുലാണ് പറഞ്ഞത് ലീഡറുടെ പേര് ഉപയോഗിച്ചാൽ വഴിയിൽ തടയുമെന്ന്. നിങ്ങളുടെ നേതാവല്ലേ? അതോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ രാഹുലുമായിട്ട്? അല്ല അത് സിന്ധുമോൾ അല്ല പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കാര്യം പൂർത്തീകരിക്കാൻ കഴിയുക? പത്മജ വേണുഗോപാലിനെ നിങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണല്ലോ ഇപ്പൊ പറയുന്നത്. അത്ര വലിയ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളാരും ആ വഴിക്ക് വരുന്നില്ല. കാരണം ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന സമയത്ത് എന്താണ് ചെയ്തതെന്നും ഏത് തരത്തിലാണ് പ്രവർത്തിച്ചതെന്നും ഒക്കെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞത് വർക്ക് അറ്റ് ഹോം ആണ് എന്ന് പറഞ്ഞത്. അതിനപ്പുറം അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറയാനില്ല. അത്ര ഷാർപ്പായിട്ട് മറ്റൊരു ഡയലോഗ് അതിന് പറയേണ്ടതായിട്ടില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം, പത്മജയ്ക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ആളുകളെ പരിചയം. കാരണം എന്താന്ന് വെച്ചാൽ അവരൊക്കെ KSUയിലൂടെ പ്രവർത്തിച്ചു വന്നവരാണ്. ഈ പാർട്ടിയിൽ KSUയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും മഹിളാ കോൺഗ്രസിലൂടെയും കാലങ്ങൾ പ്രവർത്തിച്ചു വന്ന നിരവധി ആളുകളുണ്ട്. നല്ലപോലെ വിയർത്തി പാർട്ടിക്ക് വേണ്ടി ഈ പാർട്ടിയുടെ ആശയത്തിൽ വിശ്വസിച്ച് വന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലുള്ള രാഹുലിനെ പോലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ പത്മജയെ പോലെ വളരെ സുഖകരമായി വളരെ വളരെ ഈസി വോക്ക് ഓവറായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും അതുപോലെ സംഘടനയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചവരും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും പാർട്ടിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിയവരുമൊക്കെ അവർക്കൊന്നും ഇതുപോലുള്ള ആളുകളെ കണ്ടാൽ തിരിച്ചറിയാത്തതിൽ അത്ഭുതമില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശരി, ശ്രീ A. സമ്പത്ത്, താങ്കളിലേക്ക് രണ്ടാമത് വരാൻ വൈകി. അത് TP സിന്ധുമോളും ദീപ്തി മേരി വർഗീസും ആ ഒരു വിഷയത്തിൽ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീ A. സമ്പത്ത്, താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ EDയെ കാണിച്ചുള്ള പേടി കാരണം കോൺഗ്രസ്സുകാർ പോകുന്നു അങ്ങോട്ട് BJPയിലേക്കെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സഹതാപം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അത് ആർക്ക് നേരെയും ഉണ്ടാകാം. നാളെ CPMന്റെ ഒരു നേതാവിൻ്റെ നേരെയും ഉണ്ടാകാം. അപ്പോൾ പേടിപ്പിക്കുന്നു, പോകുന്നു, അങ്ങനെ വരാം. അതുകൊണ്ട് ഇതൊരു കോമൺ ഇഷ്യൂ ആക്കി എടുക്കുവാൻ എന്തുകൊണ്ട് ശ്രീ A. സമ്പത്ത് CPMനും LDFനും കഴിയുന്നില്ല? മറിച്ച് കേരളത്തിൽ അതിനെ ഒരു രാഷ്ട്രീയ ലാഭമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു CPMും LDFും. ഇവിടെ ഒരു ആയുധം കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ. ശ്രീ MV ഗോവിന്ദന്റെ വാക്കുകളിൽ അതുണ്ടായിരുന്നു, ശ്രീ P ജയരാജന്റെ വാക്കുകളിൽ അതുണ്ടായിരുന്നു. നാളെ തന്ത്രപരമായ തീരുമാനമെടുക്കാൻ പോവുകയാണ് CPMും LDFും. ഇത് വടകരയിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും എങ്ങനെ UDFിനെതിരെ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടു തരത്തിൽ പറയുന്നില്ലേ? ഇത് EDയെ കാണിച്ച് പേടിപ്പിക്കുന്നുവെങ്കിൽ അത് എല്ലാവർക്കും എതിരെ വരുന്ന കാര്യമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? മഞ്ജുഷേ, ഈ CPMന്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെമ്പാടും BJP ഇത്തരത്തിൽ നടത്തുന്നതായിട്ടുള്ള ഈ രാഷ്ട്രീയ അഭ്യാസത്തിന് ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് തന്നെ ഉള്ളത് അത് മീഡിയയിലെല്ലാം വന്നതാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ടാകും. അതൊന്ന് പിന്നോട്ടൊന്ന് മറിച്ചു നോക്കിയാൽ പീപ്പിൾസ് ഡെമോക്രസിയിലടക്കം വന്നതും അത്തരത്തിൽ അന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതുമായ വിഷയം ഉണ്ടാവും അവിടെ.
കേരളത്തിൽ എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മുടെ ഈ പാലക്കാട് ചുരം കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മറ്റൊരു നയവും ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നാൽ മറ്റൊരു നയവുമാണ്. ഞാൻ അധിക സമയമെടുക്കുകയല്ല, ഇവിടെ എനിക്ക് വളരെ കുറച്ച് സമയമായിരിക്കും ലഭ്യമായത് എങ്കിലും കേരളത്തിൻ്റെ പോരാട്ടം, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, ഭരണഘടനാ സത്ത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, ഫെഡറൽ സംവിധാനത്തിൻ്റെ നട്ടെല്ല് തകർക്കുന്നതിനെതിരായ പോരാട്ടം, അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കമുള്ളവർ ഡൽഹിയിൽ അത്തരത്തിലൊരു പ്രക്ഷോഭത്തിന് പോയപ്പോൾ BJP നേതാക്കൾ ആക്ഷേപിച്ചത് എങ്ങനെയാണോ അവരോട് മത്സരിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരിഹാസ്യോദകമായ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങിയത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു തൊട്ടു വടക്ക് കർണാടക സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ തന്നെ ഇതേ വിഷയത്തിൽ അവർ അവിടെ സത്യാഗ്രഹം നടത്തിയത്. കേരളത്തിൽ നിന്ന് UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അത്തരത്തിൽ അതിന് അഭിവാദ്യം അർപ്പിക്കാനോ അവിടെ ഒന്ന് പോകാനോ വർത്തമാനം പറയാനോ പാർലമെൻറ്റ് അംഗങ്ങളടക്കം അവിടെ ഉണ്ടായിരുന്നിട്ട് അവരാരും തയ്യാറായില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ CPI-എമ്മിനെ വേട്ടയാടുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസും BJP-യും പരസ്പരം മത്സരിക്കുക മാത്രമല്ല, വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് ഇതിനകത്ത് വക്കീലന്മാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ പരസ്പരം ഉത്സാഹികളും സഹായികളുമായിരുന്നു എന്ന് അത്തരത്തിൽ എഴുതും ഈ ചില ക്രിമിനൽ കേസുകളിൽ. അത്തരത്തിലാണ് BJP-യും കോൺഗ്രസും കേരളത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ശ്രീമതി പത്മജ വേണുഗോപാലിനെ വഴിയിൽ തടയുമെന്നോ അല്ലെങ്കിൽ തിരിച്ചു കാണിച്ചു തരാമെന്നോ ഒക്കെ ഉള്ളത് അത്തരത്തിൽ കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ നേതാക്കൾ ദയവ് ചെയ്ത് അത്തരത്തിൽ സീമ വിട്ടുള്ള പരിധി വിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു കാരണവശാലും പോകരുത്. കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഗൂഢാലോചനയിൽ അവർ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ രണ്ടു കൂട്ടരും ഇത്തരത്തിൽ ഇതൊരു വിഷയമാക്കിക്കൊണ്ട് ദയവായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്നുള്ളതെല്ലാം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്നുള്ളത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A അനുസരിച്ചുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെയും സമാധാനപരമായി സംഘം ചേരാനുള്ള സ്വാതന്ത്ര്യത്തെയും എല്ലാം ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയാണ് ഹനിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളൊരു വിഷയം, ഇവിടെ ഇവരുടെ ഇപ്പോൾ KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനെ ചേക്കേറിയത്. KPCC-യുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു ചെറിയ പദവിയാണ് അല്ലെങ്കിൽ ചുമതലയാണ് എന്നാണ് ഇനി കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. BJP പറയും ഞങ്ങൾ ഇത്തരത്തിൽ പറയുമല്ലോ ബിഗ് ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ആനന്ദ് കൊച്ചുകൂടി ജേർണലിസ്റ്റുകളുടെ ഭാഷയൊക്കെ ഉപയോഗിച്ചാലേ നെറ്റ് ബിഗ് ഫിഷ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വേണമെങ്കിൽ BJP-ക്കാർ പറഞ്ഞോട്ടെ. ഞങ്ങൾക്കിതിൽ ഇത്രയേ പറയാനുള്ളൂ. ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ KPCC പ്രസിഡന്റ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. എത്ര പേരാണ് പോയത്, എത്ര പേരാണ് പോകാനായി അവരെല്ലാവരും തന്നെ ഇതെല്ലാം ഭാണ്ഡക്കെട്ട് മുറുക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി ആരെല്ലാം പോകാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിൽ തന്നെയാണ്. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആകുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകാനും വേണമെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയ കാലാവസ്ഥ തിരിച്ചു വന്നാൽ ഇതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പലരും കുപ്പായം മാറുന്ന ലാഘവത്തിൽ ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതുപോലുള്ള ടെലിവിഷൻ ചർച്ചകളിൽ മറുഭാഗത്ത് വന്നിരുന്ന് കോൺഗ്രസിൻ്റെ വക്താവായി ഇപ്പുറത്ത് ഇടതുപക്ഷത്തെയും CPI-എമ്മിനെയും നഖശികാന്തം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അത്തരത്തിൽ വളരെ ഒരു റിഡിക്യൂൾ ചെയ്തൊക്കെ സംസാരിക്കുകയും ചെയ്ത ബഹുമാന്യരായ ചില ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരൊക്കെ ഇപ്പോൾ ഏത് പാർട്ടി ഓഫീസിലാണ് എന്ന് ചോദിച്ചാൽ അവരെല്ലാം BJP-യുടെ ഓഫീസിൽ അവരെല്ലാം ഉണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല. കോൺഗ്രസിൻ്റെ വക്താക്കളെ ഞാനിനി അത് പറഞ്ഞൊന്നും അവരെ ഏതെങ്കിലും വിധത്തിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ദം. ശരി ശ്രീ സമ്പത്ത്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ആനന്ദ് കൊച്ചുകൂടിയിലേക്ക് പോവുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പത്മജ വേണുഗോപാലിൻ്റെതായി വന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ അവരുടെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആ ഫോട്ടോയിൽ വ്യത്യാസമുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് അതിവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അവരുടെ ആ ഫേസ്ബുക്ക് പേജിൽ അതില്ല. ഒരു ദിവസം മുമ്പാണ് കാര്യങ്ങൾ വന്നത്. അതിലെ ഫോട്ടോയും ഇതിലെ ഫോട്ടോയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഏത് പേജിൽ നിന്നാണ് വന്നത് എന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല ഈ ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാനാവില്ല, അതുകൊണ്ട് BJP-യിൽ ചേർന്നു. അങ്ങനെ ഒരു പരാമർശം അവർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹാക്ക് ചെയ്തു എന്ന് അവർ തന്നെ പറയും. അല്ലെങ്കിൽ അത് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ആക്സസ് ഉള്ള
ഏതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് അനുഭാവമായിട്ട് നിൽക്കുന്ന, കോൺഗ്രസ് അനുഭാവിയായിട്ട് നിൽക്കുന്ന അവരുടെ ഏതെങ്കിലും സ്റ്റാഫ് മെമ്പറോ മറ്റോ ശരിക്കും മഞ്ജുഷേ അത് പറഞ്ഞത് നന്നായി. അത് അന്വേഷിക്കേണ്ടതാണ് കൃത്യമായിട്ടത്. ഇവിടെ ശ്രീമതി സിന്ധുമോൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഒരു പ്രശ്നം അതിവിടെ ശരിക്കും ഉണ്ട്. ഇന്നലെ നിങ്ങൾ ന്യൂസ് 18 ചാനലിൽ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ഡൽഹിയിലെ ഒരു BJP നേതാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ട ഞാൻ തൃശ്ശൂരെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ബന്ധപ്പെടുകയും ഇവിടെ വീക്ഷണത്തിന്റെ റെസിഡന്റ് എഡിറ്ററായിട്ട് നമ്മുടെ ചർച്ചയിലൊക്കെ വരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും കോൺഗ്രസിന്റെ ഒരു സഹയാത്രികനുമായിട്ടുള്ള ശ്രീ എൻ ശ്രീകുമാറിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആനന്ദ് എന്ന് മണ്ടത്തരമാണ് പറയുന്നത്, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോവുകയോ, അസാധ്യം, അസംഭവ്യം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ നടന്നു. ഇന്നലെ രാത്രിയായപ്പോഴത്തേക്കും ഇതിന് സ്ഥിരീകരണമായി. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പോകുമ്പോൾ പലപ്പോഴും കോൺഗ്രസ്സുകാർ തടഞ്ഞു നിർത്താനോ അവരെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനോ നോക്കാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് 10-12 നേതാക്കൾ, പ്രമുഖ നേതാക്കൾ, പത്മജയുടെ ഒക്കെ പ്രൊഫൈൽ തന്നെയുള്ള നേതാക്കൾ പലരും, ഏറ്റവും അവസാനം പത്തനംതിട്ടയിലെ മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് അടക്കം, ഇവരെല്ലാം കൂടുതലും പോയേക്കുന്നത് CPM-ലേക്കും NCP-ലേക്കുമാണ്. ഇവരെ ഒന്നും തടഞ്ഞു നിർത്താൻ നോക്കാതെ പോകുന്നവരെല്ലാം പോകട്ടെ എന്നുള്ള ഒരു മനോഭാവം കോൺഗ്രസിനുണ്ട്. ഞങ്ങളെ അധിക്ഷേപിക്കാനാണ് കൂടുതലായിട്ടും കോൺഗ്രസിന്റെ ഈ സൈബർ ലോകത്തുള്ളവർ ശ്രമിച്ചത്. അത് താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുള്ള കാര്യമാണല്ലോ. അവർക്ക് ഒരു ഷോക്കായിരുന്നു ഇത്. ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ച കോൺഗ്രസുകാർക്ക് വലിയൊരു പ്രഹരമായിരുന്നു അത്. രാത്രിയോടെ പക്ഷെ അത് കൺവിൻസ് ആവുകയും ചെയ്തു. തീർച്ചയായും നിങ്ങളുടെ മുതിർന്ന മാധ്യമപ്രവർത്തകയായ അപർണ കുറുപ്പിനെയൊക്കെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ വളരെ മോശം പ്രവണതയാണ്. കോൺഗ്രസിന്റെ സൈബർ അണികൾ മറ്റ് ചില പാർട്ടികളുടെ സൈബർ അണികളെ പോലെ ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കോൺഗ്രസ് അവരുടെ ഒരു നേതൃത്വത്തിന് ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഇവിടെ കോൺഗ്രസിൽ ആരാണ് നാഥൻ, ആരാണ് നേതാവ് എന്നുള്ള ഒരു തർക്കമുണ്ട്. ആരാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടത്? ഹൂ വിൽ ബെൽ ദി ക്യാറ്റ്? ആരാണ് പൂച്ചക്കാര് മണികെട്ടും? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ആരോട് റിപ്പോർട്ട് ചെയ്യും? ആരാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒത്തിരി നേതാക്കളുണ്ട്. പക്ഷേ ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം പോകുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലെയുള്ള ഒഴുക്കുണ്ടാകുന്നത്. അല്ല എന്ന് വെറുതെ പറഞ്ഞിട്ടുകൊണ്ട് കാര്യമില്ല. ശരിയാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അതൊരു ആത്മവിമർശനത്തിന്റെ ഒരു സമയം കൂടിയല്ലേ ഇത്? ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു ചെറിയ പദവി അലങ്കരിച്ചിരുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ പോകുമ്പോൾ ആ രീതിയിൽ കൂടി പാർട്ടി കാണണം, അല്ലെങ്കിൽ ഇനിയും കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാവുകയേ ചെയ്യുകയുള്ളൂ. പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൻ്റെ ഒരു ആധികാരികതയിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരുടെ ഔദ്യോഗിക പേജിൽ കാണുന്ന പ്രൊഫൈൽ അല്ല ഇവിടെ. അപ്പോൾ അവരുടെ അഡ്മിൻ അത് വേറെ രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരിക്കലും അവരിടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് BJPയിൽ അവർ ചേർന്നതിന് ശേഷം അങ്ങനെ ഇടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ്. അല്ല, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കണ്ടത് മാത്രമാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അത് അഡ്മിൻ ഇട്ടോ മറ്റാരെങ്കിലും ഇട്ടോ എന്നൊക്കെയുള്ളത് അവരന്വേഷിക്കേണ്ട കാര്യം. അവർക്ക് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അവരതുമായി മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ഒരു അഡ്മിനെ വച്ചിട്ടാണ് അവരത് കൈകാര്യം ചെയ്തതെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അവർ കൈകാര്യം ചെയ്യട്ടെ. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്ന വിവരം, ഞാൻ കണ്ട വിവരം ഞാൻ അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്? പ്രഹരം, ഷോക്ക്, അത്തരത്തിലുള്ള ഷോക്കൊന്നും കോൺഗ്രസ്സുകാർക്കില്ല കേട്ടോ. ആനന്ദ് കൊച്ചുകുടിയും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സിന്ധുമോളോട് മാത്രമല്ല പറയുന്നത്. ഇവിടെ നാഥനില്ല, കോൺഗ്രസിന് നേതാവില്ല. ഇതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. നിങ്ങൾ എന്തിനാണ് ആ നെറേറ്റീവ് ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും. ഇവിടെ CPM-ന്റെ നേതാവ് വക്താവിരുന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. 70കളിൽ 50 MP-മാരും 700-ലധികം MLA-മാരും ഉണ്ടായിരുന്ന 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് ബഹുമാനനായ മുൻ MP ശ്രീ A. സമ്പത്ത്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇന്നിപ്പോൾ 2020 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 MP-മാരും 100-ൽ താഴെ MLA-മാർ ഇപ്പോൾ അത്രയും പോലും ഉണ്ടാവില്ല.
0.3% വോട്ട് ഷെയറുമുള്ള ഒരു പാർട്ടിയായി CPM ചുരുങ്ങിയിരിക്കുക. എങ്ങോട്ടാണ് ഇവരൊക്കെ പോയത് എന്നുള്ളത് CPMന്റെ നേതാക്കന്മാർ നോക്കിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ആദ്യമായി ഒരു MLA BJPയിൽ ചേർന്നത് ആരായിരുന്നു? CPMന്റെ മാനസപുത്രൻ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമായിരുന്നു ആദ്യം BJPയിൽ ചേർന്നത്. നായനാർ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പിന്നീട് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. കേരളത്തിൽ ആദ്യമായി NDAക്ക് ഒരു MP ഉണ്ടായത് ഇടതു സഹയാത്രികനായ PC തോമസിലൂടെ. കേരളത്തിൽ ആദ്യമായി BJP ഒരു നഗരസഭ അധികാരത്തിൽ പാലക്കാട് വന്നത് ഇടതു മുന്നണി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി സംഘപരിവാരം അധികാരത്തിൽ വന്നത് ഇടതുകക്ഷികളുടെ പിന്തുണയോടെ VP സിംഗിന്റെ സമയത്ത്. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. ബംഗാളിൽ CPM നേതാക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ബംഗാളിലും ത്രിപുരയിലുമുള്ള CPM നേതാക്കൾ എവിടെയാണ് പോയത്? പണ്ടൊക്കെ നമ്മൾ പറയുന്ന ചില കഥകളുണ്ട് ഇവിടെയൊക്കെ വരുന്ന ബംഗാളികളെ കുറിച്ച്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അത്ര തരം താഴ്ന്ന കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി. UPയിൽ ഒരു കാലത്ത് 44 MLA-മാരുണ്ടായിരുന്നതാ, MP-മാരുണ്ടായിരുന്നില്ലേ? അവരൊക്കെ എവിടെയാണ് പോയത്? പഞ്ചാബിലുണ്ടായിരുന്നവർ. പഞ്ചാബിൽ ഒരു സമയത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്രയിലുണ്ടായിരുന്നില്ലേ? രാജസ്ഥാനിലുണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ ഇപ്പോൾ BJPയിലാണ്. പ്രിയപ്പെട്ട ശ്രീ സമ്പത്ത്, അവരെല്ലാവരും പോയി കഴിഞ്ഞു. CPMനെ സംബന്ധിച്ച് ഇപ്പോൾ നാഷണൽ പാർട്ടിയായി നിൽക്കണമെങ്കിൽ നിങ്ങൾ പെടാപ്പാട് പെടേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തിൽ നിന്നിട്ടാണ് കോൺഗ്രസിൽ പോയല്ലോ, കോൺഗ്രസ് പത്മജ പോയല്ലോ, കോൺഗ്രസിൽ നിന്ന് അനിൽ ആന്റണി പോയല്ലോ എന്നൊക്കെ പറയുന്നത്. ഈ അനിൽ ആന്റണിയുടെയും പത്മജയുടെയും ജനുസിൽപ്പെട്ടവർ പോയതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കുന്നില്ല. വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. BJP നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും നേതാക്കൾ പോകും. ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ഈ വിമർശനമാകുന്നതിന് കാരണം പറഞ്ഞു മുരളി എന്നയാളെ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അല്ല ശോഭ അതല്ലാതെ പിന്നെ എന്ത് പറയാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അനിൽ ആന്റണിയെ പോലുള്ള ഒരു വ്യക്തിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. ഇത്രയും പ്രഗത്ഭരായ നേതൃത്വ നിരയുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് വന്നിട്ട് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് പത്തനംതിട്ടയിലെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ BJPക്ക് കഴിയുള്ളൂ. കാര്യം BJPയെ സംബന്ധിച്ച് BJP കേരളത്തിൽ വട്ടപൂജ്യമാണ്. ഇവിടെ അസംബ്ലിയിലുമില്ല പാർലമെന്റിലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് എന്ത് പരീക്ഷണവും നടത്താം. അവർക്ക് കേന്ദ്രത്തിലെ ഭരണം വെച്ച് അവരുടെ അധികാരം വെച്ചിട്ട് പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഇതെല്ലാം BJPക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആദ്യം സിന്ധുമോളുടെ പാർട്ടി, ആദ്യം ശോഭാ സുരേന്ദ്രന്റെയും സിന്ധുമോളുടെയൊക്കെ പാർട്ടി, കെ സുരേന്ദ്രന്റെ പാർട്ടി കുഴൽപ്പണ ഇടപാടിൽ BJPയുമായി ചേർന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അല്ലല്ല, ഇടയ്ക്ക് കയറി പറയല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇടയ്ക്ക് കയറി പറയല്ലേ സിന്ധുമോളെ, നിങ്ങൾ പറയാൻ അവസരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അനിൽ ആന്റണി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ സീറ്റ് കൊടുക്കും BJP. ഞങ്ങൾ കൊടുക്കും, ഞങ്ങള് ആതിഥ്യ മര്യാദയുള്ളവരെ ഞങ്ങൾ കൊടുക്കും. നിങ്ങളെ പോലെ ചവിട്ടുകയും അപ്പുറത്തുനിന്ന് പിടിച്ചു വലിക്കുകയും ഉണ്ടെങ്കിൽ ചേർത്ത് നിർത്തും. അതെ മഞ്ജുഷ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പറയും. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അനിൽ ആന്റണിയെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ പത്തനംതിട്ടയിൽ നിർത്തണം. അത് നിർത്തുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ ഒരു സീറ്റ് പാർലമെന്റിൽ നിങ്ങൾ നേടൂ. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഈ കേരളത്തിൽ ഇവിടെ വന്ന് വർഗീയതയുടെ വിഷവിത്ത് വർഗീയതയുടെ വിഷവിത്തുകൊണ്ട് BJP എന്ന ഫാസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. മഞ്ജുഷ്, ഇത് ശരിയല്ല കേട്ടോ. മഞ്ജുഷ്, ഇത് ശരിയല്ല. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുഴുവൻ കയറി നിങ്ങൾ സിന്ധുമോളെ കൊണ്ട് ഇന്റർഫിയർ ചെയ്യിപ്പിക്കായിരുന്നെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല. മഞ്ജുഷ് ചോദ്യം ചോദിക്കാൻ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ? ഇനി അവര് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല, സമ്പത്തിനൊരു അവസരം കൊടുക്കുകയാണ്. സമ്പത്ത് എന്താണ് പറയാൻ വന്നത്? സമ്പത്ത് അല്ല, ഞാൻ ഇത്ര ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. ഈ CPM രൂപീകൃതമായ കാലത്തും അതിനു മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തും ഇപ്പോഴും ഞങ്ങൾ ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അത്തരത്തിൽ ഞങ്ങൾ അങ്ങനെ അവകാശപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഞങ്ങളോട് കോൺഗ്രസിൻ്റെ വക്താവ് പറയണത്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ കർണാടകത്തിൽ അധികാരത്തിലിരിക്കുന്നു, ഒക്കെ ശരി. കർണാടകത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സ്വന്തം കയ്യിൽ നിന്ന് പോയി BJP അവിടെ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ കുറ്റം കൊണ്ടായിരുന്നോ? അല്ലല്ലോ.
ഗോവയിൽ അവിടെ BJP ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടി പോലും ആയില്ല. അവിടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി. അത്തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ കോൺഗ്രസിനൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാതെ പോയി ഞങ്ങളുടെ കുറ്റം കൊണ്ടായിരുന്നോ? മധ്യപ്രദേശിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഗവൺമെൻറ് BJP അത് തട്ടിത്തെറിപ്പിച്ചത്, അധികാരം അവർ കവർന്നെടുത്തത്, അവിടുത്തെ ഞാനിപ്പോൾ അവിടെ ഉള്ള കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഞാൻ പറയുന്നില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അത്തരത്തിൽ വേരുറപ്പിക്കാൻ ഞാനിതിനകത്ത് ഇടപെട്ടില്ലല്ലോ. എന്റെ പൊന്ന് സഹോദരി, ദയവായി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക. ഇങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ഒരു വല്ലാതെ അസഹിഷ്ണുത ആയിപ്പോയാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ അസഹിഷ്ണുതയാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായത് ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ. അല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ താങ്കൾ പറഞ്ഞുകൊണ്ട് ഇടപെട്ടുന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ താങ്കൾ ഇതെല്ലാം ചോദിച്ചു വാങ്ങിയതാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത്. കോൺഗ്രസിന്റെ ദേശീയ കോൺഗ്രസിന്റെ ഓഫീസിനകത്ത് ഇനി ആരാ പോവാതെ ഉള്ളത്? ഇനിയിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാതെ പോകുന്നവരും അടക്കമുള്ള ആളുകൾ അപ്പോഴും ഇത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്? ഇവിടെ ഇന്ത്യയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മതനിരപേക്ഷ പാർട്ടികൾ, അവർ പ്രാദേശിക പാർട്ടികളാണെന്ന് അവരങ്ങനെ മുദ്ര കുത്തിക്കോളൂ. പക്ഷേ ആ പാർട്ടികൾക്കെല്ലാം ഒരു വലിയ സേ ഉണ്ട്. ഇതെല്ലാം ഞങ്ങളാണ്. ആര്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയില്ല എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. BJPയെ സംബന്ധിച്ച് BJP ആണ്, ഞങ്ങളാണ് എല്ലാം രാഷ്ട്രം എന്നുള്ള നിലയിലേക്ക്, അങ്ങനെ ഒരു ധാരണയിലേക്കൊന്നും ദയവായി കൊണ്ടെത്തിക്കുക. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടി വരും. പത്മജ വേണുഗോപാലിന്റെ വിശദമായ പ്രതികരണം നാളെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉയർന്ന സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടിയും വരും. നന്ദി ശ്രീമതി TP സിന്ധുമോൾ, ശ്രീമതി DP മേരി വർഗീസ്, അഡ്വക്കേറ്റ് A സമ്പത്ത്, ശ്രീ ആനന്ദ് കൊച്ചുകുടി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പത്മജ വേണുഗോപാൽ കോൺഗ്രസിനോട് ചെയ്തത് ചതിയോ? അതെ എന്ന് 54% പ്രേക്ഷകർ, അല്ല എന്ന് 42%, നിഷ്പക്ഷം 4%. വാശിയേറിയ പോളിംഗാണ് ഈ ചോദ്യത്തോട് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടാകും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.